നമസ്കാരം. ക്യൂമലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. നികുതി വെട്ടിപ്പ് ആരോപണം. റിഫോം പാർട്ടി നേതാവ് റിച്ചാർഡ് ടൈസ് വിവാദത്തിൽ. യുകെയിലെ റിഫോം പാർട്ടി ഡെപ്യൂട്ടി ലീഡർ റിച്ചാർഡ് ടൈസ് ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയാകുന്നു. 2020-നും 2022-നും ഇടയിൽ ടൈസ് നടത്തിയിരുന്ന 4 ഷെൽ കമ്പനികൾ ലാഭവിഹിതത്തിന്മേൽ നികുതി നൽകിയില്ലെന്നാണ് സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കമ്പനികൾ വഴി ഏകദേശം 11 ലക്ഷം പൗണ്ടിലധികം തുക റിഫോം പാർട്ടിയിലേക്ക് കൈമാറിയതായും കണ്ടെത്തലുണ്ട്. നികുതി വിദഗ്ധരുടെ കണക്കനുസരിച്ച് ഏകദേശം 98,000 പൗണ്ട് കോർപ്പറേഷൻ ടാക്സും 27,000 പൗണ്ട് പലിശയുമാണ് അദ്ദേഹം ഖജനാവിലേക്ക് നൽകാനുള്ളത്. നികുതി വെട്ടിപ്പല്ലെന്നും സങ്കീർണമായ സാങ്കേതിക പിഴവാണിതെന്നും റിഫോം പാർട്ടിയുടെ വിശദീകരണം. തൻ്റെ 40 വർഷത്തെ ബിസിനസ് ജീവിതത്തിനിടയിൽ ഇത്തരം ചില പിഴവുകൾ സ്വാഭാവികമാണെന്നും അധികമായി തുക നൽകാനുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ ഉടൻ അടച്ചു തീർക്കുമെന്നും ടൈസ് വ്യക്തമാക്കി. എന്നാൽ മുൻപ് മറ്റുള്ളവരുടെ നികുതി പിഴവുകളിൽ രാജി ആവശ്യപ്പെട്ട ടൈസിൻ്റെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണെന്ന് ലേബർ പാർട്ടി വിമർശിച്ചു. നികുതി വെട്ടിപ്പ് ആരോപണത്തിൽ പാർട്ടി ലീഡർ നൈജൽ ഫരാജ് മറുപടി പറയണമെന്നും ലേബർ പാർട്ടി ആവശ്യപ്പെട്ടു. നിലവിൽ HMRC അന്വേഷണം തുടങ്ങിയിട്ടില്ലെങ്കിലും വിഷയം ലണ്ടനിലെ മലയാളി സമൂഹത്തിനിടയിലും സജീവ ചർച്ചയാണ്. വിമാന ദുരന്തത്തിൽ കുടുംബത്തെ നഷ്ടപ്പെട്ട യുവാവിനോട് ക്രൂരത. രാജ്യം വിടാൻ ഉത്തരവിട്ട് ഹോം ഓഫീസ്. എയർ ഇന്ത്യ വിമാനാപകടത്തിൽ ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട മുഹമ്മദ് മിയ സെദ്വാലയുടെ ഏപ്രിൽ 22-നകം രാജ്യം വിടാൻ ബ്രിട്ടീഷ് ഹോം ഓഫീസ് ഉത്തരവിട്ടു. 2025 ജൂൺ 12-ന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനം തകർന്നുണ്ടായ ദുരന്തത്തിൽ സെദ്വാലയുടെ ഭാര്യ സാദിഖയും മകൾ ഫാത്തിമയും ഉൾപ്പെടെ 260 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഭാര്യയുടെ ഡിപ്പെൻഡന്റ് വിസയിൽ യുകെയിലെത്തിയ സെദ്വാലയ്ക്ക് പങ്കാളിയുടെ മരണത്തോടെ നിയമപരമായി വിസ പുതുക്കാൻ കഴിയില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഓർമ്മകൾ നിറഞ്ഞ ലണ്ടനിലെ ഫ്ളാറ്റിൽ നിന്ന് മടങ്ങുന്നത് സെദ്വാലയ്ക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. നാട്ടിൽ തിരിച്ചെത്തിയാൽ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ തന്നെ വീണ്ടും വേട്ടയാടുമെന്നും തൻ്റെ സഹോദരി കൂടിയായ സാദിഖയുടെ അമ്മയെ കാണുന്നത് മാനസികമായി തളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വേർപിരിഞ്ഞ പങ്കാളി എന്ന വിഭാഗത്തിൽ സെദ്വാലെ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന കർക്കശമായ നിയമ നിലപാടാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇമിഗ്രേഷൻ ബെയിൽ ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ 28-കാരൻ. തകർന്ന ഹൃദയവുമായി നീതിക്കായി കാത്തിരിക്കുന്ന സെദ്വാലയുടെ അവസ്ഥ പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ നൊമ്പരമായി മാറിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് യാത്രികർക്ക് ആശ്വാസം. പുതിയ അതിർത്തി പരിശോധനകളിൽ നിന്ന് ഗ്രീസ് ഒഴിവാകുന്നു. യൂറോപ്പിലുടനീളം നടപ്പിലാക്കുന്ന പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റത്തിൽ നിന്ന് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉടമകളെ ഗ്രീസ് ഒഴിവാക്കി. സന്ദർശകർക്ക് കൂടുതൽ സുഗമവും വേഗത്തിലുള്ളതുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനാണ് ഈ തീരുമാനമെന്ന് ഗ്രീക്ക് നാഷണൽ ടൂറിസം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പുതിയ നിയമപ്രകാരം ഷെങ്കൻ മേഖലയിലെ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിരലടയാളം സ്കാൻ ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതും ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. എന്നാൽ ഗ്രീസിലേക്ക് പോകുന്ന ബ്രിട്ടീഷുകാർക്ക് പഴയ രീതിയിലുള്ള പരിശോധനകൾ മാത്രം മതിയെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ അതിർത്തി നിയന്ത്രണങ്ങൾ മൂലം വിമാനത്താവളങ്ങളിൽ 4 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രീസിൻ്റെ ഈ നീക്കം. ടൂറിസം മേഖലയെ ബാധിക്കാതിരിക്കാനും തിരക്ക് കുറയ്ക്കാനുമാണ് ഗ്രീസ് ഈ ഇളവ് നൽകുന്നത്. 3 വർഷം കാലാവധിയുള്ള EES രജിസ്ട്രേഷൻ നടപടികൾ മറ്റ് 29 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിർബന്ധമായി തുടരും. ഗ്രീസിൻ്റെ ഈ തീരുമാനം ബ്രിട്ടനിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ മാറ്റം എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. ഇതോടെ ഗ്രീസിലേക്കുള്ള യാത്രക്കാർക്ക് അതിർത്തിയിലെ നീണ്ട ക്യൂ ഒഴിവാക്കാൻ സാധിക്കും. ബാലികാസിലെ പൈതൃക ഹോട്ടലിൽ വൻ തീപിടുത്തം. നിയന്ത്രിക്കാൻ 42 അഗ്നിശമന സേനാംഗങ്ങൾ. വടക്കൻ അയർലൻഡിലെ ബാലികാസിലിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ആൻഡ്രീം ആംസ് ഹോട്ടലിൽ വൻ തീപിടുത്തം. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് തീപിടുത്തമുണ്ടായതെന്ന് നോർത്തേൺ അയർലൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അറിയിച്ചു. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിലെത്തി നിയന്ത്രിക്കാനായി 42 അഗ്നിശമന സേനാംഗങ്ങളും 6 അത്യാധുനിക ഉപകരണങ്ങളും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ പിൻഭാഗത്ത് തീ പടർന്നത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ ബലക്ഷയം മൂലം 1 വർഷം മുമ്പ് തന്നെ നഗരസഭ ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൈതൃക സ്മാരകമായി ഈ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള അപേക്ഷ കഴിഞ്ഞ വർഷം അധികൃതർ തള്ളിയിരുന്നു. നഗരത്തിൻ്റെ അടയാളമായ ഈ കെട്ടിടത്തിനുണ്ടായ നാശനഷ്ടത്തിൽ പ്രാദേശിക ജനപ്രതിനിധികൾ ദുഃഖം രേഖപ്പെടുത്തി. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി സമീപവാസികൾ ജനലുകളും വാതിലുകളും അടച്ചിടണമെന്നും തീപിടുത്തം നടന്ന മേഖലയിലേക്ക് പൊതുജനങ്ങൾ വരരുതെന്നും നിർദ്ദേശമുണ്ട്. പോലീസ് പ്രധാന റോഡുകളെല്ലാം അടച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്.
ലണ്ടനിൽ കാർ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റി, യുവതി അറസ്റ്റിൽ. മധ്യ ലണ്ടനിലെ സോഹോയിൽ ഞായറാഴ്ച പുലർച്ചെ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ 29 വയസ്സുള്ള യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമം, മദ്യപിച്ച് വാഹനമോടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അപകടത്തിൽ 30 വയസ്സുള്ള ഒരു യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 50 വയസ്സുകാരനായ മറ്റൊരാൾക്ക് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കാവുന്ന തരത്തിലുള്ള ഗുരുതര പരിക്കേറ്റു. മറ്റൊരു യുവതിക്ക് നിസ്സാര പരിക്കുകളുണ്ട്. പുലർച്ചെ 4:30 ഓക്സ്ഫോർഡ് സ്ട്രീറ്റിന് സമീപമുള്ള ആർഗൈൽ സ്ട്രീറ്റിലാണ് സംഭവം നടന്നത്. ഇത് ഭീകരാക്രമണമല്ലെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് സമീപത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും തുറന്നിരുന്നതിനാൽ നിരവധി പേർ അപകടത്തിന് സാക്ഷികളായിട്ടുണ്ടാകുമെന്ന് പോലീസ് കരുതുന്നു. ദൃക്സാക്ഷികൾ വിവരങ്ങൾ കൈമാറണമെന്ന് DCI അലിസൺ ഫോക്സ്വെൽ അഭ്യർത്ഥിച്ചു. പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങളോടുള്ള സഹതാപം രേഖപ്പെടുത്തിയ പോലീസ് കൃത്യമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് അറിയിച്ചു. NHS അഡ്മിൻ ജീവനക്കാരുടെ കുറവ് രോഗികളുടെ സുരക്ഷയ്ക്ക് ഭീഷണി. യൂണിസൺ. UK-യിലെ NHS മേഖലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത് രോഗികളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് യൂണിസൺ മുന്നറിയിപ്പ് നൽകുന്നു. കാര്യക്ഷമത വർദ്ധിപ്പിക്കാനെന്ന പേരിൽ നടത്തുന്ന തസ്തിക വെട്ടിക്കുറയ്ക്കലുകൾ പലപ്പോഴും അഡ്മിൻ വിഭാഗത്തെയാണ് ആദ്യം ബാധിക്കുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇംഗ്ലണ്ടിൽ മാത്രം 3000-ലധികം അഡ്മിൻ തസ്തികകൾ ഇല്ലാതാകുമെന്നാണ് കണക്ക്. പഴയ IT സംവിധാനങ്ങളും ജീവനക്കാരുടെ കുറവും കൂടിച്ചേരുമ്പോൾ ചികിത്സാരംഗത്ത് വലിയ പിഴവുകൾ സാധ്യതയുണ്ടെന്ന് ഹെൽഗ പൈൽ പറഞ്ഞു. അപ്പോയിൻമെൻറ്റുകൾ ക്രമീകരിക്കാനും പരിശോധനാ ഫലങ്ങൾ അറിയിക്കാനും ആവശ്യത്തിന് ജീവനക്കാരില്ലെങ്കിൽ ആരോഗ്യ സംവിധാനം തകരുമെന്ന് കിങ്സ് ഫണ്ടിൻ്റെ പഠനങ്ങളും സൂചിപ്പിക്കുന്നു. കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഡ്മിൻ ജീവനക്കാരുടെ കാര്യത്തിൽ നിക്ഷേപം നടത്തണം. നിലവിൽ NHS നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. 1.3 മില്യൺ അംഗങ്ങളുള്ള UK-യിലെ ഏറ്റവും വലിയ യൂണിയനായ യൂണിസൺ ആരോഗ്യമേഖലയിലെ ഭരണപരമായ പിഴവുകൾ രോഗികൾക്ക് മോശം അനുഭവം നൽകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വർണ്ണവിവേചനം വീണ്ടും തലപൊക്കുന്നു. മുന്നറിയിപ്പുമായി ബാർണസ് ലോറൻസ്. ബ്രിട്ടീഷ് സമൂഹത്തിലും ആരോഗ്യമേഖലയിലും വർണ്ണവിവേചനം വീണ്ടും ശക്തമാവുകയാണെന്ന് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ബാർണസ് ഡൊറെയ്ൻ ലോറൻസ്. എഡിൻബറോയിൽ നടന്ന യൂണിസൺ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അവർ. 1993 വംശീയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്റ്റീഫൻ ലോറൻസിൻ്റെ അമ്മയാണിവർ. മുൻകാലങ്ങളിൽ മാറ്റങ്ങൾക്കായി സ്ഥാപനങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിലും സമീപകാലത്ത് സ്ഥിതിഗതികൾ മോശമാകുകയാണെന്നും ഇത് യുവതലമുറയ്ക്ക് അപകടകരമാണെന്നും അവർ പറഞ്ഞു. കുടിയേറ്റ വിരുദ്ധ സംസാരങ്ങളും രാഷ്ട്രീയ ധ്രുവീകരണവും വംശീയതയ്ക്ക് വളമിടുന്നു. കോവിഡ് കാലത്ത് കറുത്തവർഗക്കാരായ ആരോഗ്യ പ്രവർത്തകർ അനുഭവിച്ച വിവേചനവും മരണനിരക്കും അവർ ചൂണ്ടിക്കാട്ടി. ബ്രിട്ടനിലെ മാതൃമരണനിരക്കിൽ കറുത്തവർഗക്കാരായ സ്ത്രീകൾ 4 മടങ്ങ് കൂടുതൽ അപകടസാധ്യത നേരിടുന്നത് വംശീയമായ അസമത്വത്തിൻ്റെ തെളിവാണ്. ചരിത്രത്തിലെ കോളനിവൽക്കരണത്തെക്കുറിച്ചും അടിമത്തത്തെക്കുറിച്ചും കൃത്യമായ വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ വിവേചനം അവസാനിപ്പിക്കാൻ കഴിയൂ. ഏപ്രിൽ 22-ന് സ്റ്റീഫൻ ലോറൻസ് ഡേ ആയി ആചരിക്കുന്നത് യുവാക്കൾക്ക് പ്രചോദനകരമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വംശീയതയ്ക്കെതിരെ യൂണിയനുകൾ ശക്തമായി പോരാടണമെന്നും ആഹ്വാനത്തോടെയാണ് അവർ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇറാൻ യുദ്ധവും ഊർജ്ജ പ്രതിസന്ധിയും. ഹരിത ഊർജ്ജ പദ്ധതികളുമായി എഡ് മിലിബാൻഡ് രംഗത്ത്. ഇറാൻ അമേരിക്ക സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ ഫോസിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ബ്രിട്ടന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഹരിത ഊർജ്ജ പദ്ധതികൾ ഇരട്ടിയാക്കുമെന്ന് ഊർജ്ജ സെക്രട്ടറി എഡ് മിലിബാൻഡ് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന നിർണായക പ്രസംഗത്തിൽ അദ്ദേഹം പുതിയ നയങ്ങൾ അവതരിപ്പിക്കും. ഫോസിൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന കാലം അവസാനിച്ചുവെന്നും ശുദ്ധമായ ഊർജ്ജത്തിലൂടെ മാത്രമേ രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ എന്നും മിലിബാൻഡ് പറഞ്ഞു. വാം ഹോംസ് പ്ലാൻ വേഗത്തിലാക്കുക, പൊതുഭൂമിയിൽ സൗരോർജ്ജ പദ്ധതികൾ വ്യാപിപ്പിക്കുക, വൈദ്യുതി നിരക്കിനെ ഗ്യാസ് വിലയിൽ നിന്ന് വേർപെടുത്തുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഗ്യാസ് വില കൂടുന്നതനുസരിച്ച് വൈദ്യുതി നിരക്ക് ഉയരുന്നത് തടയാൻ പുതിയ കരാറുകൾ സഹായിക്കും. യുദ്ധം മൂലം എണ്ണവില ബാരലിന് $100 മുകളിൽ എത്തിയതോടെ നോർത്ത് സീയിൽ കൂടുതൽ ഖനനം നടത്താൻ സമ്മർദ്ദമുണ്ടായെങ്കിലും പരിമിതമായ രീതിയിൽ മാത്രമേ ഇത് തുടരുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹീറ്റ് പമ്പുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യത ലഭിക്കുന്നത് പ്രതീക്ഷ നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഊർജ്ജ ബില്ലുകൾ 12% വരെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാൻ വിൻഡ്ഫോൾ ടാക്സ് പരിഗണിക്കുന്നതായും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.
നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.